കെയിം വർക്ക് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫർണിച്ചറിന് ഉപയോഗിച്ചിരുന്ന ഒരു വർക്കാണ് മുളനോണ്ട് ചെയ്തിന വർക്ക്. അത് ഇപ്പം ട്രെൻഡിങ് തന്നെയാണ്. ഇപ്പൊ ഏത് ഫർണിച്ചറിനും ഇപ്പം കെയിം വർക്ക് ഇപ്പൊ ഹാർഡായി വരുന്നുണ്ട്. ഇനിയിപ്പോ സിറ്റ് ഔട്ട് ചെയർ ആയാലും 3 സീറ്റ് ആയാലും സിംഗിൾ സീറ്റ് ആയാലും എല്ലാത്തുമ്മക്കും പിന്നെ ചെറിയ കബോർഡുകളായാലും ഒക്കെ കെയിം വർക്ക് ഇപ്പൊ രണ്ടാമതും റിപ്പീറ്റ് ആയി ആഡായി വരുന്നുണ്ട്. അതേ മാച്ചിൽ ഒരു ചെയ്ത സിംഗിൾ ചെയറിൽ കെയിം വർക്കിൽ ചെയ്ത ഒരു മോഡലാണ് ഇപ്പൊ ഈ ഒരു സിറ്റ് ഔട്ട് ചെയർ. ഇത് തേക്കിൽ ചെയ്തതാണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. മുമ്പത്തെ കാലത്തൊക്കെ മോഡൽ തന്നെ ഇനി സിംഗിൾ ചെയറും സിറ്റ് ഔട്ട് ചെയറൊക്കെ ഉണ്ടായാല് അതേ ട്രെൻഡിങ് ആണ് ഇപ്പോൾ രണ്ടാമതും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാനും അത്രയും ലുക്കുമാണ്, നല്ലൊരു ലുക്കുമാണ് ഇത് വരുന്നത്. ഫർണിച്ചർ എല്ലാത്തിലും ഇപ്പം ഗെയിം വർക്ക് വരുന്നുണ്ട്. അൾമറ മുതൽ കട്ടിൽ മുതൽ എല്ലാത്തിലും ഇപ്പം ഗെയിം വർക്ക് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ കെയിനിൽ ചെയ്ത സിറ്റ് ഔട്ട് ചെയർ ആണ്. നമ്മൾ തന്നെ ഇപ്പം കട്ടിൽ അൾമറ അതൊക്കെ കെയിനിൽ ചെയ്യാനുള്ള ഒരു കാലത്തിലാണ്. ഇപ്പം ഈ ആ ഒരു പഴയ കാലത്തേക്കുള്ളൊരു തിരിച്ചുപോക്ക് മാതിരിയാണ് ഇപ്പോൾ ഫർണിച്ചറിൻ്റെ ഒക്കെ മാറ്റം വരുന്നത്. ഗെയിം വർക്ക് എല്ലാത്തിലും ആഡ് ചെയ്യുന്നതിനോട് ഈ ഒരു സിംഗിൾ ചെയർ തന്നെ നമുക്ക് പിന്നെ ഓരോ ഇതിനൊക്കെ ആക്കി ഉപയോഗിക്കാം. നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യാനും ഇതിനൊക്കെ ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ഇത് ടേബിൾക്കരെ ഡൈനിങ് ടേബിൾക്കരെ ഉപയോഗിക്കാം. നല്ലൊരു പ്രീമിയം ഡൈനിങ് ടേബിൾ ഉണ്ടായാൽ ഇത് ഒരു 4 സീറ്റ് അപ്പുറത്തൊക്കെ ആക്കി ഉപയോഗിക്കാൻ പറ്റിയ ഒരു കെയിൻ ചെയറാണ്. ഇരിക്കാനും വളരെ കംഫോർട്ടാണ്. ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട് ബാക്ക്, പിന്നെ സ്ട്രൈറ്റ് ആയിട്ട് ഇത് ഉള്ളതാണ്. ഈ ബെൻഡ് തന്നെയാണ് ഇത് നല്ല കംഫോർട്ട്. പിന്നെ നല്ല ഇത് എയർ പാസ് ഉള്ളതിനോട് നല്ലൊരു ഇതാണ്. ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു കംഫോർട്ടാണ് ഇരിക്കാനൊക്കെ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഹാൻഡിലും ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആയ വീഡിയോ ലഭിക്കാൻ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഞങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഈ വീഡിയോ ഒക്കെ അകത്ത് ഉൾപ്പെടുത്തിന്, അതിൽ വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ട് റോഡിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ്.